ബുദ്ധിയുള്ളവർ ആരെങ്കിലും BJPയിൽ ചേരുമോ എന്ന് EP ജയരാജൻ. ശോഭാ സുരേന്ദ്രനുമായി താൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് EP ജയരാജൻ പറയുകയാണ്. തന്റെ മുന്നിൽ ആരും അതൃപ്തി കാണിച്ചിട്ടില്ല. തനിക്ക് എതിരായി ഈ ആരോപണങ്ങളൊന്നുമല്ല അന്വേഷിക്കേണ്ടത്, മറിച്ച് കേന്ദ്രമന്ത്രിയായിരുന്ന പ്രകാശ് ജാവ്ദേക്കറും ദല്ലാൽ നന്ദകുമാറും തമ്മിലുള്ള ബന്ധമാണ് മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടത് എന്നുകൂടിയാണ് EP ജയരാജൻ ഇന്ന് പറഞ്ഞത്. കൺവീനർ സ്ഥാനത്ത് മാറ്റും, രാജിവെക്കുമെന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. കുറച്ചുകൂടി കാത്തിരിക്കും. അങ്ങനെ EP ജയരാജൻ രാജിവെച്ച് പോകാൻ പറ്റില്ല. കുറച്ച് കാത്തിരിക്കും. ഇതിലെ CPI പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണല്ലോ. CPM ഇക്കാര്യത്തിൽ തിരുത്തും, EPക്ക് ഒരു ജാഗ്രത വേണ്ടിയിരുന്നു എന്ന് പറയുന്നത് ബിനോയ് വിശ്വം. ഏത് പ്രശ്നത്തെക്കുറിച്ചും ആർക്കും സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള അധികാരവും അവകാശമുണ്ട്. അഭിപ്രായം പറഞ്ഞോട്ടെ, അതിനെന്താ? ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടോ? ഇതെല്ലാം വളരെ നിസ്സാരമായി കാണുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിന്റെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് 3 തവണ കൂടിക്കാഴ്ച നടത്തി. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് 3 തവണ. ആദ്യത്തെ തവണ BJPയിലേക്ക് പോകാതിരുന്നതിന്റെ തലേ ദിവസമാണ്. ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. 1. 2, ഞാൻ ആകെ ആ സ്ത്രീയെ ഒരു 5 മീറ്ററോ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോ ആ സ്റ്റേജിലാണ്. ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിന് ഞാൻ പോയിട്ട് എന്നെ പോലുള്ള ഒരാൾ പോയിട്ട് ആ സ്ത്രീയോട് സംസാരിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് എന്ത് കാര്യത്തിന്? ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എന്താ പറയുക, അവിടെ അവസാന ഘട്ടം പിറ്റേന്ന് BJPയിൽ ചേരുമെന്ന സ്ഥിതി വന്നു. ഞാൻ BJP ചേരാൻ കോള് വന്നപ്പോ അല്ല, ഞാൻ BJP ചേരാൻ ഈ കേരളത്തിൽ എന്റെ പൊസിഷൻ നോക്ക്. ആരെങ്കിലും പോയിട്ട് ആ BJP ചേരും? ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമോ? ഇവരെ പോലെ അല്പബുദ്ധികൾ ചിന്തിക്കാന്നല്ലാതെ. ഈ ശോഭാ സുരേന്ദ്രൻ റൈറ്റ്. അതേസമയം BJPയിൽ ചേരാൻ 3 തവണ കൂടിക്കാഴ്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണം തള്ളിക്കളയുകയാണ് EP ജയരാജൻ. ശോഭാ സുരേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തുകയോ നേരിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് EP ജയരാജൻ ന്യൂസ് 18നോട് പറഞ്ഞു. സംഭവത്തിനു പിന്നിൽ ഗൂഢാലോചനയാണ് എന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും EP ആവർത്തിച്ചു. കൂടുതൽ ജാഗ്രത വേണം എന്നാണ് സംഭവം നൽകുന്ന പാഠം. പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയത് സ്വകാര്യ കൂടിക്കാഴ്ചയാണ്. എന്താണ് ഇത്തരം കൂടിക്കാഴ്ചയിൽ തെറ്റ് എന്ന് ചോദിച്ച EP തന്നെ കാണാൻ പലരും വരുമെന്നും അക്കാര്യം പാർട്ടിയെ അറിയിക്കേണ്ടതില്ല എന്നും ഞങ്ങളുടെ പ്രതിനിധി VV അരുണിനോട് പറഞ്ഞു. EP ജയരാജൻ വലിയ വിവാദങ്ങളിൽപ്പെട്ട് അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ വരുന്ന ഘട്ടമാണ്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു. ശോഭാ സുരേന്ദ്രൻ എന്ന BJP നേതാവ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, ഒരു തവണ പോലും അവരെ കണ്ടിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് EP ജയരാജൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? എനിക്ക് ഒരു ആസൂത്രിതമായൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തും പറയാൻ മടിക്കാത്തൊരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ടായി നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവർ പറഞ്ഞിട്ടുള്ള സ്ത്രീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാധ്യമക്കാർ സ്വതന്ത്രമായി അന്വേഷിച്ചിട്ട് പറയും. ഞാനിപ്പോൾ ഡൽഹി പോയൊരു കാലത്രേ, ഞാൻ ആകെ 2 വർഷത്തിനുള്ളിൽ ഡൽഹിയിൽ പോയത് ആകെ ഒരു പ്രാവശ്യം നമ്മുടെ സമരത്തിന്റെ കാര്യത്തിൽ. എന്ത് ഡൽഹിയിൽ ഏത് ഹോട്ടലിലാണ് പോയി? ഞാൻ പോയാൽ അവിടെ താമസിക്കുന്ന കേരള ഹൗസിൽ മാത്രമാണ്. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം മനസ്സിലാകുന്നില്ലേ? ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? എന്തെങ്കിലും വിളിച്ചു പറയുക, അത് കൊടുക്കാൻ കുറച്ച് മാധ്യമങ്ങൾ. അതുകൊണ്ടല്ലേ ഇതിങ്ങനെ വരുന്നത്? എന്തും വിളിച്ചു പറയുന്നത് കൊടുക്കുന്നൊരു രംഗം മാറാൻ പാടുണ്ടോ മാധ്യമരംഗം? തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരമൊരു ആരോപണവും ആ 2 ദിവസത്തിനുള്ളിലാണ് വരുന്നത്. അതിലെന്തെങ്കിലും വേറെന്തെങ്കിലും ഗൂഢാലോചന? ആസൂത്രിതമായിട്ടുള്ളൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ന് മാത്രമല്ല, അതിലൊരു പ്ലാനിംഗ് ഉണ്ട്. എന്നെപ്പോലെയുള്ള ഒരാൾ BJP പോകാൻ ആർക്കത് വിശ്വസിക്കാൻ കഴിയുക? പിന്നെ ഞാൻ ഈ ശോഭാ സുരേന്ദ്രൻ എടുക്കുക, ഞാൻ പോകാനോ? എന്ത് കണക്കാക്കിയിട്ടാ പറയുന്നത്? ശോഭാ സുരേന്ദ്രൻ BJPയുടെ ഒരു വിമതപക്ഷത്തേക്ക് നേതാവ് കൂടിയാണ്. കഴിഞ്ഞ നേരത്തെയൊക്കെ സുരേന്ദ്രനുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അവര് BJP തന്നെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ കാണാൻ പോകുന്നൊരു നേതാവ്, പരിഹാസം എനിക്ക് തോന്നുന്നത്. ആ സ്ത്രീക്ക് എന്താ പറ്റിയത്? ഈ ശോഭാ സുരേന്ദ്രൻ ഇടയ്ക്ക് CPMലേക്ക് വരും, അവിടെ BJPയിൽ അവർക്ക് വലിയ അവഗണനയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതിലെന്തെങ്കിലും ഇടപെടൽ EP നടത്തും? കാരണം ഇത്തരം പല ഓപ്പറേഷനിലും EP ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ ഇത്തരം ആ കാര്യത്തിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. ഇങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എനിക്ക് ഈ സ്ത്രീയെ അറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ അത്തരം കാര്യങ്ങളിലേ ഇടപെടാറില്ല. ശരിയായ നിലയിൽ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, പോവുക എന്നുള്ളതല്ലാതെ
ഞാൻ അത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ശീലം എനിക്കില്ല, ഇടപെടാറുമില്ല. ഈ മുഖ്യമന്ത്രിയായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അങ്ങ്. ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്ന് അങ്ങയുടെ ഫ്ളാറ്റിലേക്ക് ഇത്തരം ഒരാൾ വരുമ്പോൾ അങ്ങയുടെ മകന്റെ ഫ്ളാറ്റിലേക്ക് അതൊന്ന് മുഖ്യമന്ത്രിയെങ്കിലും അറിയിക്കണ്ടായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ആരൊക്കെ വരുന്നുണ്ട് മുഖ്യമന്ത്രിനെ അറിയിക്കേണ്ട എന്താ വിഷയമുള്ളത്? ഒരാൾ വഴിപോകുന്ന അവസരത്തിൽ എന്നെ പരിചയപ്പെടാൻ വേണ്ടി വരുന്നു. ഞാനിവിടെ കേരളത്തിൽ അവരുടെ BJPയുടെ ഒരു ഇതായിട്ടെന്തോ പ്രത്യേക ചുമതലക്കാരനായി പ്രവർത്തിക്കുന്നു. എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്? എന്നെ പരിചയപ്പെടാൻ വന്നിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയോട് പറയേണ്ട കാര്യം എന്തായിട്ടുള്ളത്? മറ്റാരോടും പറയേണ്ട കാര്യം എന്താ? ഞാനത് പലരും കാണാൻ വരുന്ന കൂട്ടത്തിൽ ഒരാൾ കാണാൻ വന്നു, പരിചയപ്പെട്ടു, പോയി, അത്ര തന്നെ, അത് തീർന്നു. പിന്നെ വേറെന്താ ഉണ്ടായത്? ഇതിനുശേഷം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു ഈ വാർത്തയൊക്കെ പുറത്തു വന്നതിന് ശേഷം? അല്ല, ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ആവശ്യത്തിന് സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചന എത്ര ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത്? ഇത് സംബന്ധിച്ച് എന്താണ് ചെയ്യാൻ കഴിയാന്നുള്ള നിയമപരമായ കാര്യങ്ങളും പിന്നെ ഇത് സംബന്ധിച്ച പരാതികളും ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. അന്വേഷണം ആവശ്യപ്പെടുമോ സർക്കാരിനോടും? തീർച്ചയായും. കാരണം ഇത് ഒന്നുമില്ലാത്തൊരു കാര്യം വിളിച്ചു പറഞ്ഞ് പിന്നെ പറയില്ലേ. ഞാനുമായിട്ട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ലാത്തൊരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഞാനുമായി സംസാരിച്ചിരിക്കുന്നു, 3 വട്ടം സംസാരിച്ചിരിക്കുന്നു ഡൽഹിയിലെ. ഞാനെന്ത് ഡൽഹിയിലെ ഹോട്ടലിൽ പോകുന്നു? എന്തെങ്കിലും അതിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ മാധ്യമക്കാർ പരിശോധിച്ചോ? ഞാൻ പറയുന്നത് നിങ്ങൾ മാധ്യമക്കാർ 2-3 ആളെ ചുമതലപ്പെടുത്തി ആ സ്ത്രീയെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആ സ്ത്രീയെ ഈ കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണല്ലോ. ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതിനൊന്നും ആ സ്ത്രീ ഇല്ല. അതുകൊണ്ട് അതിനൊക്കെ ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം പരിശോധിക്കും. മകന്റെ പേരുമൊക്കെ ഇതിനകത്ത് ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട് ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിൽ. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ കൊച്ചിയിലൊരു ഹോട്ടലിൽ ഒരു കല്യാണത്തിന് എൻ്റെ മകൻ പോയി. അപ്പോൾ അവിടെ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താന്ന്. അപ്പോൾ അവൻ പറയുന്നത് എനിക്ക് പരിചയമൊന്നുമില്ല, ഈ സ്ത്രീ വന്നിട്ട് ജയരാജന്റെ മകനാണല്ലേ എന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞു. ഓ ശരി, അങ്ങനെ 2-3 വർത്താനെന്തോ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഫോൺ നമ്പർ തരുന്ന നമ്പർ കൊടുത്തു. ആ നമ്പർ കൊടുത്തതിന് ശേഷം ആ സ്ത്രീ ഇവനോട് വിളിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് കൊടുത്തു. ഇവൻ വിളിച്ചിട്ടില്ല. പിന്നെ ഈ സ്ത്രീയുടെ കുറെ പടം ഇങ്ങോട്ട് അയക്കും. അപ്പൊ അത് കണ്ടപ്പോൾ ഇവന് തോന്നി ആ സ്ത്രീ ശരിയില്ല. പിന്നെ അതങ്ങ് ബ്ലോക്ക് ചെയ്തു. ഓൻ വിളിക്കാറുമില്ല, ഓനെ വിളിക്കാറില്ല. അല്ല, ഓൻ അങ്ങോട്ട് ഒരു കോള് പോലും അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഈ കുടുംബത്തോടെയാണ് ഇപ്പം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് തോന്നുന്നു. അതെ, ഇതെല്ലാം എന്താ വെച്ചാൽ എന്തോ ഒരു താല്പര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അത് പൂർണ്ണമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. നേരത്തെ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു, റിസോർട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോൾ അടുത്തൊരു BJP നേതാവാണ് ഇതിലൊരു കാര്യത്തിൽ വരുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അയാള് ഇതുവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. നമ്മൾ നെറ്റിൽ നോക്കിയാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ലേ. ഇന്ന് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് കമ്പനി ആക്ട് അനുസരിച്ച് ഇത് മുഴുവൻ നെറ്റിലില്ലേ. ആരാണ് കമ്പനിയുടെ ആള്, ആരാണ് ഇതിന്റെ ഉടമകൾ, എല്ലാം മനസ്സിലാവില്ലേ. അവിടെ ഞാൻ മുൻകൈയെടുത്ത് എൻ്റെ ഉപദേശ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കി അത് റൺ ചെയ്തു പോകുന്നു. അവർ ചികിത്സാ രംഗത്ത് സംവിധാനം ആരംഭിക്കുന്നു. അവർ 2-3 കമ്പനിയുമായി ചേർന്ന് ചികിത്സ നടപ്പിലാക്കിയെങ്കിൽ അതിലൊന്നും അവർക്ക് പിന്നെ വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഒരു പ്രൊഫഷണലായിട്ട് നിരാമയക്കാരുമായിട്ട് അവർ ബന്ധപ്പെടുന്നത്. അവരുമായിട്ട് ഇവർ 2 കൊല്ലം മുമ്പാണ്, ഇപ്പോഴൊന്നുമല്ല അത്, അവർ 2-3 കൊല്ലം മുമ്പാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് ടൈം തന്നെയാണ് ചർച്ച ചെയ്ത് അവരുമായി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി അതിന്റെ ചികിത്സ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് അതിലുണ്ടായിട്ടുള്ളത്. അതിലെന്ത് രാജീവ് ചന്ദ്രശേഖരൻ ആ കമ്പനിയിൽ അദ്ദേഹത്തിന് നിങ്ങൾ പറഞ്ഞപ്പോൾ പലരോട് ചോദിച്ചു, നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ മനസ്സിലാവില്ലേ. പക്ഷെ എന്തും പറയുക, പ്രചരിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം ഒരുക്കുക, എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ ക്ലബ് ചെയ്ത അടിസ്ഥാനരഹിതമായി പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ മാധ്യമക്കാർ ശ്രദ്ധിച്ചാൽ ഇത് മിനിറ്റ് കൊണ്ട് അവസാനിക്കും. നിങ്ങൾ ആരും ഇത്തരത്തിലുള്ള ഫ്രോഡ് വാർത്തകൾ കൊടുക്കില്ല എന്ന് വന്നാൽ ഇവരാർക്കും ഇങ്ങോട്ട് രംഗത്ത് വരാൻ കഴിയില്ല. എത്ര വിവാദങ്ങളായി EP-ആയിട്ട് ബന്ധപ്പെട്ട് അവിടെയൊക്കെ ഒരു ജാഗ്രത കുറവുണ്ടായിട്ട് സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ എല്ലാവരുമായിട്ടും വളരെ അടുത്ത ബന്ധം തിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അതിലെന്തെങ്കിലും കുറച്ചുകൂടി ഒരു ജാഗ്രത വേണ്ട ഇനിയെങ്കിലും? ഈ ജാഗ്രത എന്ന് പറഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും നല്ല റിസർവ്ഡ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും വന്ന് എന്നെ മിസ്ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും ആർക്കും സാധിക്കില്ല. അതിലെല്ലാം ഞാൻ ജാഗ്രതപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ചില എന്തെങ്കിലും ദൗർബല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇനിയും ചൂണ്ടിക്കാണിച്ചാൽ പരിശോധിക്കാം. ചിലടത്തൊരു നോ പറയാനൊരു മടിയുണ്ട്. എന്ത് പറഞ്ഞു? എനിക്കെന്താ നോ പറയേണ്ടെടുക്കാൻ നോ പറയുന്നതിന് എനിക്കെന്താ മടി? എനിക്കതിൽ ഒരു കാര്യങ്ങളിൽ എനിക്ക് ഭയപ്പെടേണ്ട പ്രശ്നം അതുകൊണ്ടാണ്. ഞങ്ങളുടെ പ്രതിനിധി VV അരുണുമായാണ് വിശദമായി
സംസാരിച്ചത്. അതേസമയം BJPയിൽ ചേരാനിരുന്നതിൻ്റെ തലേ ദിവസമാണ് EP ജയരാജൻ പിന്മാറിയത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ നേരത്തെ ആരോപണം ഉന്നയിച്ചത്. EP ജയരാജനുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ദല്ലാൽ നന്ദകുമാറിന്റെ വെണ്ണലിയിലെ വസതിയിൽ വെച്ചായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. ഡൽഹിയിലെ ലളിത് ഹോട്ടലിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ ഫോൺ കോൾ വന്നതോടെ EP ടെൻഷനിൽ ആയി. പിന്നീട് തൃശ്ശൂരിൽ വെച്ചും കൂടിക്കാഴ്ച നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപണം ഉന്നയിക്കുന്നു. ഇത്തരം വാദപ്രതിവാദങ്ങൾക്കിടെ ആണ് ഇന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞ ജയരാജനെതിരെ CPIMൽ പ്രതിഷേധം ശക്തമാണ്. EPക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും CPIMൽ ഉണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുണിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ EP ജയരാജൻ കൃത്യവും വ്യക്തവുമായ മറുപടിയാണ് നൽകുന്നത്. പക്ഷേ അത് പൂർണ്ണമായും ശോഭയുടെ ആരോപണങ്ങളുമായി ചേർന്ന് നിൽക്കുന്നില്ല. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് 3 തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, ദല്ലാൽ നന്ദകുമാറിൻ്റെ വെണ്ണലിയിലെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നതൊക്കെയാണ്. ഈ പാർട്ടിക്ക് EPയുടെ പ്രതികരണങ്ങളിൽ തൃപ്തിയുണ്ടാകുമോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിശകലനമാണല്ലോ അജണ്ട. എങ്കിൽ പോലും ഇത് പ്രധാനപ്പെട്ട ചർച്ചയായി വരില്ലേ? EPയുടെ ഭാവി എന്തായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അഭിലാഷ്, ശോഭാ സുരേന്ദ്രന്റെ എല്ലാ ആരോപണങ്ങളെയും EP ജയരാജൻ തള്ളിക്കളയുന്നു. അത്തരത്തിൽ BJPയിൽ പോകേണ്ട ആളല്ല, താൻ പോകുന്ന ആളുമല്ല. അതുമാത്രവുമല്ല, ശോഭാ സുരേന്ദ്രനെയാണോ താൻ അങ്ങനെ വന്നാൽ കാണുന്നത് എന്നൊരു പരിഹാസം കൂടി EP ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ CPMന് EP BJPയിലേക്ക് പോകുമെന്നോ അല്ലെങ്കിൽ BJPയിലേക്ക് പോകാൻ വേണ്ടി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നോ ഉള്ള ഒരു വിലയിരുത്തലുമില്ല. അതിന് പകരം CPMന് EP ജയരാജൻ അതൃപ്തിയുള്ള 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ഇത്തരത്തിൽ BJPയുടെ പ്രഭാരി തന്നെ വന്നു കണ്ടിട്ട് എന്തുകൊണ്ട് EP ജയരാജൻ പാർട്ടിയെ അറിയിച്ചില്ല? പാർട്ടിയെ അറിയിച്ചില്ല? അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുള്ള മുഖ്യമന്ത്രിയെ അറിയിക്കാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? അതിലാണ് CPMന് അക്ഷരാർത്ഥത്തിൽ അതൃപ്തിയുള്ളത്. അതൊരു പ്രധാന വിഷയമാണ്. EP മറുപടി പറയേണ്ടി വരുന്നതും അതിലായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട EP മറുപടി പറയേണ്ടി വരുന്നത്. മറ്റൊന്ന്, ഈ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ ആദ്യമൊക്കെ സാധാരണഗതിയിൽ BJP നേതൃത്വവും ഒട്ടും വിശ്വാസ്യതയില്ലാത്ത ദല്ലാൾ എന്ന് വിളിക്കപ്പെടുന്ന നന്ദകുമാറും നടത്തിയ ആരോപണമായി മാത്രമേ CPM എടുത്തുള്ളൂ. പക്ഷേ അത് EP അതിന് മറുപടി പറഞ്ഞത്, അത് ഏറ്റുപറഞ്ഞത് തെരഞ്ഞെടുപ്പ് ദിവസമാണ്. അവിടെയാണ് CPM ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കാനായി EP ജയരാജൻ AK സെന്ററിലേക്ക് വരുന്ന ദൃശ്യമാണ് ഉള്ളത്. അദ്ദേഹം AKG ഫ്ളാറ്റിലാണ് രാവിലെ കണ്ണൂരിലെത്തി. അവിടെയാണ് ഇതിനെതിരെയുള്ള സെക്രട്ടറി അംഗങ്ങൾക്കുള്ള ഫ്ളാറ്റിലാണ് താമസിച്ചത്. അവിടെ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ AKG സെന്ററിലേക്ക് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അദ്ദേഹം എത്തില്ല തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് രാവിലെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ അദ്ദേഹം സംസാരിച്ചത്. ഇപ്പോൾ EP ജയരാജൻ വളരെ സന്തോഷവാനായാണ് ഈ ഒരു യോഗത്തിലേക്ക് കയറിപ്പോകുന്നത്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി യോഗത്തിലേക്ക് കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. EP ജയരാജൻ പങ്കെടുക്കില്ല എന്ന അഭ്യൂഹമുണ്ടായിരുന്നു. അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാൻ AKG സെന്ററിനുള്ളിലേക്ക് പോകുകയാണ്. അദ്ദേഹം പങ്കെടുത്തില്ലെങ്കിൽ അത് മറ്റൊരു പല വ്യാഖ്യാനങ്ങൾക്കും ഇടയാക്കുമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അദ്ദേഹം പൂർണ്ണമായും പാർട്ടിക്ക് വഴങ്ങിക്കൊണ്ട് ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് മാത്രമല്ല വലിയ സംശയ നിഴലിലാണ് അദ്ദേഹം. ആ സംശയങ്ങൾക്ക് കൂടി മറുപടി പറയാനാണ് AK സെന്ററിലേക്ക് EP ജയരാജൻ എത്തിയിട്ടുള്ളത്. അദ്ദേഹം നേരത്തെ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ അതേ നിലപാട് തന്നെയാകും സെക്രട്ടറി യോഗത്തിലും സ്വീകരിക്കുക. ഒരിക്കലും രാഷ്ട്രീയമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നില്ല പ്രകാശ് ജാവ്ദേക്കറുമായി തന്റെ ഫ്ളാറ്റിൽ നടന്നത്. തികച്ചും സ്വകാര്യ സന്ദർശനമായിരുന്നു. ആ സ്വകാര്യ സന്ദർശനത്തിന് കാര്യം എന്തിനെ പാർട്ടിയും മുഖ്യമന്ത്രിയും അറിയിക്കണമെന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ രാഷ്ട്രീയമായി എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ അത്തരത്തിൽ BJP നേതാക്കൾ മറ്റു പാർട്ടികളിലെ ആളുകളെ ക്ഷണിക്കും പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ വിഷയം സംസാരിക്കാനോട് വന്നതെങ്കിൽ അവിടെ അത്തരം കാര്യങ്ങൾ പാർട്ടി അറിയിക്കാമായിരുന്നു. ഇതൊരു തികച്ചും സ്വകാര്യ സന്ദർശനം. അതുകൊണ്ട് മാത്രമാണ് പാർട്ടി അറിയിക്കാത്തതെന്ന ഒരു വാദമാകും EP ജയരാജൻ ഈ വിഷയത്തിൽ സെക്രട്ടറിയിൽ ചർച്ച നടക്കുമ്പോൾ പാർട്ടിയെ അറിയിക്കുക. അത് എത്രത്തോളം CPM സ്വീകരിക്കുമെന്ന കാര്യം കണ്ടറിയണം. കാരണം ഇത്തരത്തിലുള്ള ഷെയ്ഡി ക്യാരക്ടറുമായുള്ള നന്ദകുമാറിനെ പോലുള്ള ദല്ലാൾമാരുമായുള്ള സൗഹൃദം തന്നെ ശരിയല്ല എന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അത്തരം സൗഹൃദങ്ങളുടെ കാര്യത്തിൽ EP ജയരാജന് നേരത്തെയും ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. EP ജയരാജൻ അംഗീകരിക്കുന്നു. തനിക്ക് ജാഗ്രതക്കുറവുണ്ടായി കുറെ കൂടി ശ്രദ്ധ വേണമെന്ന പാഠമാണ് ഇതിലൂടെ പഠിക്കുന്നതെന്ന് അദ്ദേഹം ന്യൂസ് 18നോട് നേരത്തെ പറഞ്ഞിരുന്നു. അതുതന്നെയാണ് അത്തരം കാര്യങ്ങൾ അദ്ദേഹം ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിലും ആവർത്തിക്കും. തനിക്ക് ജാഗ്രതക്കുറവുണ്ടായി, അവിടെ അത് ഏറ്റുപറയാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും എന്തിനെ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ
തന്നെ ഇത്തരമൊരു ഏറ്റുപറച്ചിലേക്ക് അദ്ദേഹം പോയി. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു വിവരം അതൊരു അഭ്യൂഹമായും ആരോപണമായും മാത്രം ഒരുപക്ഷെ നിന്നേനെ. അത് അദ്ദേഹം ഓൺ ചെയ്യാൻ പോയി എന്ന കാര്യത്തിൽ കൂടി ഇ പി ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിൽ മറുപടി പറയേണ്ടി വരും. അത് രണ്ട് കാര്യങ്ങളിലാണ് ഇ പിക്കെതിരെ സ്വാഭാവികമായും ചർച്ചകൾ നടക്കുക. മുഖ്യമന്ത്രി ഇ പിക്ക് വലിയ ജാഗ്രത കുറവുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞു. CPM-ന്റെ മറ്റ് നേതാക്കളും ഇ പിയെ പരോക്ഷമായും മൃദുവായും അതുപോലെ തന്നെ കുറച്ച് കടുപ്പിച്ചുമൊക്കെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നവരും ഉണ്ട്. അത്തരം കാര്യങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകും. ഇ പിക്ക് പറയാനുള്ള കാര്യങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗം കേൾക്കും. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കണമെങ്കിൽ പോലും അത് ഇവിടെ തീരുമാനിക്കപ്പെടാൻ കഴിയില്ല. സെക്രട്ടറി ശുപാർശ സംസ്ഥാന സമിതിയിലും അതുപോലെ കേന്ദ്ര കമ്മിറ്റിയിലും ഇ പിയുടെ ഘടകമായ കേന്ദ്ര കമ്മിറ്റിയിലുമൊക്കെ പോകേണ്ടതുണ്ട്. ഏതായാലും അത്തരം കടുത്ത നടപടിയിലേക്ക് CPM പോകുമോ? ഇ പി ജയരാജനെ പോലെ ഒരു പ്രധാന നേതാവിനെ എതിരെ മുന്നണി കൺവീനർക്കെതിരെ അത്തരം കാര്യങ്ങളിലേക്ക് പോകുമോ എന്ന കാര്യമൊക്കെ കണ്ടറിയേണ്ടതാണ്. ഏതായാലും മുന്നണി മറ്റു ഘടകകക്ഷികൾക്കടക്കം CPI അടക്കമുള്ള ഘടകകക്ഷികൾക്കടക്കം ഇ പിയുടെ ഈ തുറന്നു പറച്ചിൽ അതൃപ്തിയുണ്ടെന്നത് വസ്തുതയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു താക്കീതിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്നും അറിയാൻ കഴിയില്ല. ഏതായാലും വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അവലോകന അജണ്ടയ്ക്ക് അപ്പുറത്തേക്ക് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാകും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പ്രധാനമായും ചർച്ചയ്ക്ക് വരിക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. തീർച്ചയായും തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെടുപ്പിന് ശേഷമുള്ള അവലോകനങ്ങളും മറ്റുമൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എങ്കിൽ പോലും ഇന്നത്തെ വാർത്താ ദിനം പ്രധാനമായും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ത് തീരുമാനമെടുക്കുന്നു, ഇ പി ജയരാജന് LDF കൺവീനറായി തുടരാൻ സാധിക്കുമോ, ജയരാജന്റെ വിശദീകരണത്തിൽ പാർട്ടി തൃപ്തമാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വാർത്താ ദിനത്തെ ഏറ്റവും പ്രധാനമാക്കുന്നത്. നമുക്ക് മറ്റു വാർത്തകൾ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.